വിദ്യാസാഗർ ഗുരുമൂർത്തി, ഭീകരവാദത്തിന് മതമില്ല എന്ന് പറഞ്ഞ് ലഘൂകരിക്കാനുള്ളൊരു ശ്രമം അല്ലേ? ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം പറയും ഭീകരവാദത്തിന് മതമില്ല. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടത്തിയിരിക്കുന്ന ഓർഗനൈസേഷൻ TRF, ദ റെസിസ്റ്റന്റ് ഫ്രണ്ട്, നമ്മുടെ നാട്ടിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ വേറെ രൂപം. നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ വേറൊരു അമ്മയുടെ മോനോട്ടാണിത്. അപ്പോ അവർ ഇറക്കിയിരിക്കുന്ന കുറിപ്പ് എന്താണ്? More than 85,000 domiciles have been issued to non-locals, creating a pathway for demographic change in the Indian occupied Jammu and Kashmir. നോക്കൂ, അവർ ഉപയോഗിച്ചിട്ട് പദം എന്താണ്? ഇന്ത്യ കയ്യേറിയിരിക്കുന്ന ജമ്മു ആൻഡ് കശ്മീർ എന്ന് വെച്ചാൽ ഇപ്പോഴും ഇന്ത്യ, ജമ്മു ആൻഡ് കശ്മീർ ഇന്ത്യയുടെ ഇന്റഗ്രൽ പാർട്ടാണെന്നതിനെ വിസമ്മതിക്കുന്ന വലിയ ഭീകരവാദ പ്രസ്ഥാനം തന്നെയാണിത്. അവർ പറഞ്ഞിരിക്കുന്നത് IOJK എന്നാണ് അവരുടെ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ കയ്യേറിയിരിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് 85,000-ഓളം പേരെ പുതുതായിട്ട് താമസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു. അത് ഡെമോഗ്രാഫിക് ചേഞ്ച് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഇസ്ലാം കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഭയക്കുന്ന ഒരേ ഒരു കാര്യവും. അതായത് എവിടെയെങ്കിലും ഇസ്ലാം ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ള ഒരിടത്തേക്ക് സർക്കാർ സംവിധാനം മുഖേനയോ അല്ലാതെയോ മറ്റൊരു മതത്തിലെ ആളുകൾ കൂടുതലായി വന്നു ചേർന്നാൽ അത് ഇസ്ലാമിന് അനുവദനീയമല്ല. അങ്ങനെ വന്നു ചേർന്ന് കഴിഞ്ഞാൽ അത് ഇസ്ലാമികമായ ആധിപത്യത്തെ ഇല്ലാതാക്കുമെന്ന ഭയം കൊണ്ട് തന്നെ നടത്തിയ ഇസ്ലാമിക് ടെററിസ്റ്റ് അറ്റാക്കാണിത്. VD സതീശ, താങ്കളോടാണ്. TRF പറഞ്ഞിട്ടെങ്കിലും നിങ്ങൾ TRF പറയാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് തന്തയൊന്നുമില്ല. അപ്പൊ സതീശൻ പറയാം അല്ലല്ല അവരെ തന്ത ഞാനാണെന്ന്. അതിനർത്ഥം എന്താണ്? TRF തന്നെ പറയുന്നു ഞങ്ങൾ ഇത് നടത്തിയിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ ഡെമോഗ്രാഫിക് ചേഞ്ച്, പോപ്പുലേഷൻ ചേഞ്ച് വരുത്തുന്നു, ഇസ്ലാമിക ആധിപത്യം അവിടുന്ന് പോകുന്നു, അതിനെ ചെറുക്കാൻ നടത്തിയ, ടൂറിസ്റ്റിനെ അവിടുന്ന് ഓടിക്കാൻ നടത്തിയ ഒരു അറ്റാക്കാണെന്ന് അവർ പറഞ്ഞിട്ട് പോലും ഇവിടെയുള്ള മഹാനായ സതീശനും ME ഗോവിന്ദനും മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞാൽ ഹൂ ഈസ് എ ഗ്രേറ്റ് ടെററിസ്റ്റ്? ആ ചോദ്യം മാത്രമേ ഉള്ളൂ. TRF എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകര, അതായത് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു പ്രോക്സി ഓർഗനൈസേഷൻ ആണ്. ഈ ലഷ്കർ ഇ തോയ്ബയുടെ ഈ എന്താ പേര്, സൈഫുള്ള കസൂരിയാണോ VD സതീശനാണോ കൂടുതൽ ഭീകരൻ എന്ന് മാത്രമേ ഇന്ന് ഹിന്ദുക്കളിന് കണ്ടുപിടിക്കാനുള്ളൂ. തുടർന്ന് വായിക്കാം. These non-locals arrive posing as tourists, obtain domiciles, and then beginning to act as if they own the land. Consequently, violence will be directed towards those attempting to settle illegally. കണ്ടോ, അവരിതിന് കൊടുത്തിരിക്കുന്ന ഭാഷ്യം കശ്മീർ, ജമ്മു ആൻഡ് കശ്മീർ, അതായത് ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായ ജമ്മു ആൻഡ് കശ്മീരിലേക്ക് ഭാരത സർക്കാർ 370 റിപ്പീൽ ചെയ്ത് കളഞ്ഞിട്ട് ഭാരതത്തിലെ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് വന്ന് താമസിക്കുവാനും അവിടെ കച്ചവടം നടത്തുവാനും അവിടെ സെറ്റിൽ ചെയ്യാനുള്ള അവസരം വരുമ്പോൾ അവിടെ ഡെമോഗ്രാഫിക് ചേഞ്ച്, ജനസംഖ്യാപരമായ ചേഞ്ച് ഉണ്ടാകുന്നു. അതിനർത്ഥം മതപരമായ ആധിപത്യം ഇസ്ലാമിന് കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ടൂറിസ്റ്റുകളിലൂടെ വന്നിട്ട് ഈ നാട് അവരുടേതാണെന്ന് പറയാൻ തുടങ്ങിയാൽ നാച്ചുറലി അറ്റാക്ക് അവർക്കെതിരെ തിരിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം കൃത്യമായിട്ടും ഇസ്ലാം അല്ലാത്തവർ അവിടെ വന്ന് സെറ്റിൽ ചെയ്യാൻ തുടങ്ങുന്നതാണ് ഈ അക്രമത്തിന്റെ പിന്നിലെന്ന് അവർ തന്നെ ആണയിട്ട് TRF പറഞ്ഞിട്ടും എന്താണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ നിങ്ങൾക്ക് നേരം വെളുക്കാത്തത്? അതോ നിങ്ങൾ ഇവരെക്കാൾ വലിയ ഭീകരവാദം ഉള്ളിൽ ഒളിപ്പിക്കുന്ന ഹിന്ദു നാമധാരികൾ മാത്രമാണോ എന്ന് ഞാൻ ചോദിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഓക്കെ, പഹൽഗാം ഭീകരാക്രമണത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭീകരാക്രമണം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കരുത്. ഗുജറാത്ത് കലാപം നടന്നപ്പോൾ ഹിന്ദുക്കളെ ഭീകരവാദികൾ എന്ന് പറഞ്ഞില്ല. ഇസ്ലാം മതത്തിൽപ്പെട്ടവർ തെറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഭീകര എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്നും സതീശൻ പ്രതികരിച്ചിരിക്കുന്നു. ന്യൂനപക്ഷ പ്രീണനം ഇത്രയും വലിയൊരു വിഷയം, അത് ഭാരതം ചർച്ച ചെയ്യുമ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്ക് എങ്ങനെ ഉറപ്പിക്കാം എന്നതിൽ ചർച്ച നടത്തുകയാണ് VD സതീശനും കൂട്ടരും.